നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ 2026 KLFൻ്റെ പുതിയൊരു പതിപ്പ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ്, അതിലേക്ക് നമുക്ക് വിശദമായിട്ട് പോവാം. ഉദ്ഘാടനത്തിൻ്റെ ആദ്യ ദിവസമായിരുന്ന 22-ാം തീയതി രാത്രി പോയ കുറച്ച് കാഴ്ചകളാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത്. റോഡിൻ്റെ ഇരുവശത്തും വണ്ടികൾ ഒരുപാട് പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല തിരക്ക് ഇപ്പോൾ അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഉദ്ഘാടന ദിവസമാണ് എങ്കിൽ പോലും ആളുകളുടെ ഒഴുക്ക് നന്നായിട്ടുണ്ട്. ഇതാണ് KLFൻ്റെ കവാടം. 9ാമത്തെ പതിപ്പാണ് KLFൻ്റെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ 9ാമത്തെ പതിപ്പ്. 22-ാം തീയതി മുതൽ 25-ാം തീയതി വരെയാണ്. ആരും മറന്നു പോകണ്ട. വരാനും ഇവിടുത്തെ ഈ സെറ്റ് ചെയ്ത് വെച്ച സംഭവങ്ങൾ കാണാനും ആസ്വദിക്കാനും വ്യത്യസ്ത വേദികളിലായിട്ട് വ്യത്യസ്ത അതിഥികളെ വെച്ചിട്ടുള്ള പരിപാടികൾ കാണാനും കേൾക്കാനും ആരും മറന്നു പോകണ്ട. പ്രവേശന ഏരിയയിൽ തന്നെ നടുക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ആർട്ടിസ്റ്റിക് സംഭവത്തിൻ്റെ അടുത്ത് നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. ചിലവർ അവിടെ ഇരുന്ന് കാഴ്ചകൾ കാണുന്നുണ്ട്, വരുന്നവരും പോകുന്നവരും കാണുന്നുണ്ട്. കോഴിക്കോട് ബീച്ചിൻ്റെ സ്റ്റേജിൻ്റെ പിറകുവശത്തായിട്ടുള്ള ഏരിയയിലാണ് KLFൻ്റെ പ്രധാനപ്പെട്ട എല്ലാ വേദികളും മറ്റ് അനുബന്ധ ബുക്ക് സ്റ്റാളുകളെല്ലാം സജ്ജീകരിച്ചിട്ടുള്ളത്. വളരെ നല്ല ഭംഗിയായി സ്റ്റേജിൻ്റെ പുറകിലുള്ള എല്ലാ ബദാമരത്തിലും നല്ല LED ബൾബുകളും ഒക്കെ തൂക്കിയിട്ടിട്ട് നല്ല ഭംഗിയായി അലങ്കരിച്ചിട്ടുണ്ട്. KLFനെ കുറിച്ച് അറിഞ്ഞും അറിയാതെയും വന്നവരും അല്ലാത്തവരും എല്ലാവരും ഈ രാത്രിയിൽ KLFൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും കണ്ട് ആസ്വദിച്ച് സംസാരിച്ച് പരസ്പരം സംവദിച്ച് നല്ലൊരു സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒത്തനടുക്കായി ഒരു ഭാഗത്ത് KLFൻ്റെ 3D കട്ടൗട്ട് കാണാം. അതിനടുത്തൊക്കെ നിന്ന് ആളുകൾ ഫോട്ടോസ് എടുക്കുന്നു. ഇവിടെ വരുന്നവരും പോകുന്നവരും എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. KLF ഉണ്ടാക്കി തന്ന ആ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന സന്തോഷം എല്ലാവരിലേക്കും കൃത്യമായിട്ട് എത്തുന്നുണ്ടെന്ന് എല്ലാവരെയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. വളരെയധികം ഭംഗിയായി മനസ്സിന് നല്ല കുളിര് തരുന്ന രീതിയിലാണ് എല്ലാ മരത്തിലെയും ലൈറ്റുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. വെറുതെ കണ്ട് നടക്കുമ്പോൾ തന്നെ വലിയൊരു ആഘോഷത്തിൻ്റെ പ്രതീതി ഇവിടുന്ന് എല്ലായിടത്തുനിന്നും നല്ല വ്യക്തമായിട്ട് കിട്ടുന്നുണ്ട്. ബദാം മരത്തിൻ്റെ ചോട്ടിൽ പലരും ചുമ്മാ ഇരിക്കുന്നു. സമയങ്ങൾ ബീച്ചിലെ സ്റ്റേജിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വേദി ക്രമീകരിച്ചിട്ടുണ്ട്. തൂലിക എന്നാണ് പേര്. നാളേക്ക് ഇവിടെ ഓരോ പരിപാടികൾ നടക്കാനുള്ളതാണ്. തൊട്ടടുത്ത് ഇംഗ്ലീഷ് ഭാഷയിലുള്ള പുസ്തകങ്ങളുടെ ഒരു സ്റ്റാളുണ്ട്. നമുക്ക് അകത്തേക്കൊന്ന് കയറി നോക്കാം. ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വാങ്ങാനും പുസ്തക സ്റ്റാൾ കാണാനും സന്ദർശിക്കാനും വേണ്ടി മാത്രം വരുന്നവരും എല്ലാവരും അടങ്ങുന്ന ഒരു ചെറിയൊരു തിരക്ക് നമുക്കിവിടെ കാണാം. സ്റ്റാളിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണിത്. ആരോ ഭക്ഷണം വാങ്ങിയിട്ട് അവിടെ വഴിയിലിട്ട് പോയിരിക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഈ വേസ്റ്റ് ബാസ്ക്കറ്റുകളൊക്കെ കൃത്യമായി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. TTPCD കോർപ്പറേഷൻ്റെ വക ഒരുപാട് ബാസ്ക്കറ്റുകളുണ്ട്. രണ്ടാമതൊരു വേദിയായി കഥ എന്ന പേരുള്ള വേദിയാണ് ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് കാരിക്കേച്ചർ വരയ്ക്കുന്ന ഒരാളെ നമുക്ക് കാണാം. 5 മിനിറ്റ് കൊണ്ട് കാരിക്കേച്ചർ വരച്ചു കൊടുക്കുന്നതാണ് അവിടെ ബോർഡിൽ കാണാനുള്ളത്. ഇരിക്കുന്ന ആളാണ് വരയ്ക്കുന്നത്. മുഖം ഏകദേശം വരഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ബാക്കി ഉടൽ വരയാൻ വേണ്ടിയിട്ട് ഫോണിലുള്ള വേറൊരു ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. അത് നോക്കി ഉടൽ ഭാഗം കൂടി വരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ നന്നായി വരഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കിയിരിക്കുകയാണ് കാരിക്കേച്ചർ വരയ്ക്കുന്നത്. തൊട്ട് പുറകിലായിട്ട് വേറെയും കാരിക്കേച്ചർ ആർട്ടിസ്റ്റുകളുണ്ട്. കപ്പിൾസായി കാരിക്കേച്ചറിന് വേണ്ടി പോസ് ചെയ്ത് കൊടുക്കുന്ന 2 പേരെ കാണാം. മറ്റൊരാൾ പുതിയൊരു കസ്റ്റമറെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തായി നമ്മൾ കാണുന്നത് ഒരു കമ്പിയിൽ തൂങ്ങി നിൽക്കുന്ന ചലഞ്ചാണ്. 2.5 മിനിറ്റ് തൂങ്ങി നിന്ന് കഴിഞ്ഞാൽ എന്തോ ഒരു പ്രൈസ് ഉണ്ടെന്നാണ് കേൾക്കാൻ സാധിച്ചത്. 2.5 മിനിറ്റ് തൂങ്ങി നിൽക്കാൻ കഴിയുന്നവർ ആരും ഈ അവസരം നഷ്ടപ്പെടുത്തണ്ട. 2.5 മിനിറ്റ് തൂങ്ങി നിൽക്കുക, സമ്മാനം നേടുക.
കാഴ്ചക്കാരായിട്ട് ഒരുപാട് പേരുണ്ടാവും. എല്ലാവരും മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ കിട്ടുന്നൊരു അവസരം കൂടിയാണ്. തൂങ്ങി നിൽക്കാൻ വേണ്ടി ഒരുപാട് പേര് വരി നിൽക്കുന്നുണ്ട്. കാണാൻ അതിലേറെ പേരുണ്ട്. എല്ലാവരും ചിരിച്ച് സന്തോഷത്തോടു കൂടി കണ്ടു നിൽക്കുകയാണ്. ഇടവേളകളില്ലാതെ ഒരാൾ കഴിയുമ്പോൾ ഒരാൾ എന്നുള്ള നിലയ്ക്ക് ആളുകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവനവൻ്റെ കഴിവ് തെളിയിക്കാനും അവനവൻ്റെ പരിധി അളക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് കാണാൻ കഴിയുന്നത് ഫെസ്റ്റിവൽ ബുക്ക് ഷോപ്പ് എന്ന് പറഞ്ഞൊരു ബുക്ക് സ്റ്റോളാണ്. ഇതിൻ്റെ അകത്ത് വിശാലമായ വലിയൊരു ബുക്കിൻ്റെ ശേഖരം തന്നെ ഉണ്ട്. ഒരുപാട് പേരുണ്ട്. ബുക്കെല്ലാം വ്യക്തമായി സെക്ഷൻ തിരിച്ച് ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. പുറത്തിറങ്ങിയ മറ്റൊരു വേദി കാണാം. പേര് അക്ഷരം. വീണ്ടും മുന്നോട്ട് നടക്കുന്ന വഴിക്ക് വലതുഭാഗത്തായിട്ട് ഒരുപാട് ചിത്രങ്ങൾ ഫ്രെയിം ചെയ്ത് ഭംഗിയായ രീതിയിൽ ക്രമീകരിച്ച് വെച്ചതായിട്ട് കാണാം. അതിൻ്റെ എതിർവശത്തായിട്ട് ബീച്ചിൽ KLFൻ്റെ മറ്റൊരു കട്ടൗട്ട്, KLF എന്നെഴുതിയ ഒരു കട്ടൗട്ട് കാണാം. എല്ലാവരും അതിനടുത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. കുട്ടികൾക്കായിട്ടുള്ള KLFൻ്റെ വേദിയാണ്. CKLF മാംഗോ വേദിയാണ് ഈ കാണുന്നത്. തൊട്ടടുത്ത് വാക്ക് എന്ന പേരുള്ള മറ്റൊരു വേദിയുണ്ട്. ഭക്ഷണപ്രിയർക്കായി പാരഗൺ ഒരു ഫുഡ് കോർട്ട് ഒരുക്കിയിട്ടുണ്ട്. വിശക്കുമ്പോൾ ഭക്ഷണം ആസ്വദിക്കാനായിട്ട് പാരഗൻ്റെ ഈ ഔട്ട്ലെറ്റിൽ വന്ന് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാവുന്നതാണ്. ഗ്രന്ഥം എന്ന പേരുള്ള മറ്റൊരു വേദിയാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു ഹോം മെയ്ഡ് ജ്യൂസ് വിൽക്കുന്നൊരു ചേട്ടനുണ്ട്. ഒരു ജ്യൂസിന് 20 രൂപയാണ്. ഇഷ്ടമുള്ളവർ വാങ്ങിക്കഴിക്കുക. ഈ ഭാഗത്ത് ഏറ്റവും അറ്റത്തായിട്ട് കാണുന്ന വേദിയാണ് എഴുത്തോല. എഴുത്തോലയിൽ ഇപ്പോൾ ലൈവായിട്ടൊരു മ്യൂസിക് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. മൺകുടങ്ങൾ ഉപയോഗിച്ച് കർണാടക സംഗീതത്തിൽ തീർത്ത പരിപാടിയാണ് ഗാട്ടാതരംഗ്. അതാണിപ്പോൾ ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വേദിയുടെ പുറകിലെ LED സ്ക്രീനിലെ ഡിസൈനുകൾ ക്രമീകരിക്കുന്നത് ഈ ടെക്നീഷ്യനാണ്. സംഗീതത്തിന് അനുയോജ്യമായ നിറവും ചലനങ്ങളും ഒത്ത ഡിസൈനുകൾ ക്രമീകരിക്കുന്ന ജോലി നല്ല ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേര് കുറേ സമയമായിട്ട് ഈ ഗാട്ടാതരംഗ് സംഗീതം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും കുറേ സമയം കേട്ടുകൊണ്ടിരുന്നു. മനസ്സിന് നല്ല ആശ്വാസം തരുന്ന സംഗീതമാണ് ഗാട്ടാതരംഗ്. ഈ വീഡിയോയിലുടനീളം ഉപയോഗിച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ റെക്കോർഡ് ചെയ്ത ഗാട്ടാതരംഗ് സംഗീതമാണ്. അതിന് ഇത് പെർഫോം ചെയ്ത വേദിയിലിരിക്കുന്നവർക്ക് പ്രത്യേക നന്ദി മനസ്സുകൊണ്ട് അറിയിച്ചുകൊള്ളുന്നു. ഒരു തവണ കേൾക്കാൻ വേണ്ടി ഇരുന്ന് എഴുന്നേൽക്കാൻ മറന്നുപോയി സംഗീതത്തിൽ ലയിച്ചു പോയ പ്രേക്ഷകരെയാണ് ഈ കാണുന്നത്. എല്ലാവരും അതിൻ്റെ പ്രത്യേക വൈബിൽ ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. വേദിയുടെ പുറത്തിരുന്ന് കാണാനായി പുറത്ത് LED സ്ക്രീനിൽ വേദിയിൽ പെർഫോം ചെയ്യുന്നവരുടെ വീഡിയോ തത്സമയം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഇരുന്നും കുറേ പേര് കച്ചവടക്കാരൊക്കെ അവിടെ ഇരുന്നും പരിപാടി കാണുന്നുണ്ട്. സമയം രാത്രി 10 അടുത്ത് കഴിഞ്ഞു. സ്റ്റേജുകൾക്ക് പുറമെ ബുക്ക് സ്റ്റാളുകൾക്ക് പുറമെ ബീച്ചിൻ്റെ തീരത്ത് കച്ചവടക്കാർ ഇപ്പോഴും സജീവമാണ്. വളരെ യാദൃശ്ചികമായി കൂട്ടം ചേർന്ന് പാട്ടുപാടി വൈബുണ്ടാക്കുന്നവരെ നമുക്ക് കാണാം.
ചുമ്മാ വിശ്രമിച്ചിരിക്കാൻ പുല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു കൂടാരം കാണാം. തൊട്ടപ്പുറത്തായി മുള കൊണ്ട് മേഞ്ഞ ഒരു കൂടാരം കാണാനിടയായി. ഇവിടുത്തെ പ്രവർത്തനം എന്താണ്, പരിപാടികൾ എന്താണെന്ന് വ്യക്തമായി അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ജർമ്മനിയായി ബന്ധപ്പെട്ട എന്തൊക്കെയോ സംഭവങ്ങളാണെന്നാണ് അവിടെ ഇരിക്കുന്ന സെക്യൂരിറ്റി പറഞ്ഞു തന്നത്. അവിടെ നിന്നും പുറത്തേക്ക് വരുമ്പോൾ റോഡിൽ നിന്നും കാണാൻ പാകത്തിൽ നടപ്പാതയുടെ അരികിലായി KLFന് വേണ്ടി വരുന്ന വിശിഷ്ടാതിഥികളുടെ ചിത്രങ്ങൾ നിരന്തരം LED സ്ക്രീനിൽ കാണിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. കൂടുതൽ വീഡിയോസും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അപ്പുറം സന്ധിക്കുമ്പോഴേക്കും വണക്കം.